ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. യേശുവും തന്നെ നിയമിച്ചാക്കിയവനെ വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനെ വിശ്വസ്തനാകുന്നു. ആമേൻ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യം കൂടെ വായിച്ചാൽ 8 കൂട്ട കാര്യങ്ങൾ കർത്താവ് നമ്മിൽ പ്രശംസിക്കേണ്ടുന്ന 8 കൂട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് തിരുവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ് മനുഷ്യനിൽ പ്രശംസാ വിഷയമായി കാണുന്ന 8 കൂട്ട കാര്യങ്ങൾ. അതിലൊന്നാണ് ദൈവസന്നിധിയിൽ വിശ്വസ്തത. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം. അവൻ എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. സ്തോത്രം, സ്തോത്രം. ഇത് ദൈവം തന്റെ ജനത്തെ നോക്കി പറയുന്ന വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ഏതോ ഒരു വിധത്തിൽ ഭൂമിയിലായിരിക്കുന്ന സകല മനുഷ്യരും ഏതെങ്കിലും ഒരു വിധത്തിൽ പ്രശംസ ആഗ്രഹിക്കുന്നവരാണ്. അതിന്റെ അളവിന് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ എല്ലാവരും തന്നെ ഒരു പ്രശംസാ വാക്ക്, ഒരു ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്ക് ആഗ്രഹിക്കുന്നവരാണ്. ശരിയാണോ? ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും അതങ്ങനെ തന്നെയാണ്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. കീബോർഡ് വായിക്കുന്നതായ പ്രിയ രഞ്ജിത്ത് സഹോദരൻ നന്നായി കീബോർഡ് വായിച്ചു എന്ന് കേൾക്കുന്നത് നമുക്ക് സന്തോഷമാണ്. ആരാധന കഴിയുമ്പോൾ തൃപ്തിയോടെ എന്റെ ദൈവം എനിക്ക് തന്ന കഴിവ് നിന്റെ നാമത്തിന് വേണ്ടി നന്നായി പ്രയോജനപ്പെട്ടു എന്ന് കേൾക്കുന്നത് നമ്മുടെ പ്രശംസ തന്നെയാണ്, അല്ലേ? ഒരാളെ പ്രാർത്ഥിക്കുകയോ പ്രസംഗിക്കുകയോ പാട്ടുപാടുകയോ ചെയ്താൽ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ പോട്ടെ, ലോകപ്രകാരമായ ഒരു വിഷയം തന്നെയാണെങ്കിലും ഇന്ന കാര്യം നന്നായിരുന്നു എന്ന് പറയുന്നത്, അത് കേൾക്കുന്നത് തീർച്ചയായും അതൊരു പ്രശംസാ വിഷയം തന്നെയാണ്. എല്ലാവരും തന്നെ ലെവൽ വ്യത്യാസമുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും തന്നെ ഇത് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. സ്വതന്ത്രം. നന്നായി വാഹനം ഓടിക്കുന്നവർ നന്നായിരുന്നു വാഹനം ഓടിക്കുന്ന, നന്നായി വാഹനം ഓടിച്ചു എന്ന് പറയുന്നത് കേൾക്കുന്നത് ചിലർക്ക് വലിയ പ്രശംസാ വിഷയമാണ്. സ്വതന്ത്രം. ജോലി കാര്യങ്ങളിൽ ആ വ്യക്തി ജോലി നന്നായി ആത്മാർത്ഥമായി ചെയ്യുമെന്ന് പറയുന്നത് കേൾക്കുന്ന ഒരു വലിയ പ്രശംസാ വിഷയമാണ്. നമ്മുടെ ഉള്ളിൽ അത് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. സ്തോത്രം. ഞാൻ പറയുന്നത് സത്യമാണോ, അതെന്റെ ആശയം തെറ്റാണോ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ തന്നെയാണ്. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആരും ഞാൻ എന്റെ ജോലി ശരിയില്ലെന്ന് പറയാൻ ആരും ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്ത ജോലി നന്നായിരുന്നു എന്ന് ഒരു കൊച്ചു വാക്കിലെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. മാനുഷികമായ പ്രശംസാ വിഷയങ്ങളുണ്ട്. എന്നാൽ അതിനെല്ലാം അപ്പുറമായി നമ്മെ നിർമ്മിച്ച നമ്മുടെ ദൈവത്തിന് നമ്മെ കുറിച്ച് പ്രശംസാ വിഷയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ കയ്യിൽ ഒരു പേന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പ്രൊജക്ടർ ഉണ്ടാക്കിയ കമ്പനിക്ക് മാന്യത ഉണ്ടാകുന്നത് അത് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കേൾക്കുന്നവരാണ്. ശരിയല്ലേ? ഈ മൈക്ക് നമ്മളറിയാം, പല മൈക്കുകൾ മാറി മാറി വാങ്ങിച്ചു, എല്ലാത്തിനകത്തും പ്രശ്നമാണ്. ഒരു മൈക്ക് നന്നായി കുറച്ച് നാൾ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ പറയും ഈ കമ്പനി കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്കാരൻ അറിഞ്ഞോ അറിയാതെ ഒരു പ്രശംസ നമ്മൾ കൊടുക്കുക. സ്തോത്രം. നമ്മെ ദൈവം നിർമ്മിച്ചപ്പോൾ നമ്മെ കൊണ്ട് ദൈവത്തിന് ചില പ്ലാനുകളും പദ്ധതികളും നമ്മെ കൊണ്ട് ദൈവത്തിനുണ്ട്. അതേ പദ്ധതി, അതുപോലൊരു പദ്ധതി വേറെ ആരെങ്കിലും കുറിച്ച് കാണും. എന്നാൽ ആ ഒരു പദ്ധതി അവരവർക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ആ ദൈവ
നിർദ്ദേശിച്ച ആ പ്രത്യേക പദ്ധതി ആ വ്യക്തിയിൽ നടക്കുമ്പോൾ, അത് കൃത്യമായി നടക്കുമ്പോൾ, ആ വ്യക്തി നിമിത്തം സൃഷ്ടിച്ച ദൈവത്തിന് പ്രശംസയുണ്ടാകുന്നു. മനസ്സിലായോ? ദൈവത്തിന് സ്തുതിക്കാം. അപ്പൊ എന്നെ ദൈവം എന്തിനു വേണ്ടി ഈ ഭൂമിയിലാക്കിയോ ആ പദ്ധതി ശരിയായ നിലവാരത്തിൽ നടക്കുകയാണെങ്കിൽ എന്നെ നിർമ്മിച്ച ദൈവത്തിന് പ്രശംസയാണ്. ആ പ്രശംസാ വിഷയങ്ങളിൽ ദൈവസഭയിൽ ചേർന്നെത്തേണ്ടുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയമാക്കി നാം കാണേണ്ടുന്ന കാര്യമാണ് നമ്മളിത് വായിച്ചത്. ഒരു വിഷയമാണ്. ശരിയാണോ? ശരിയാണോ സഹോദരങ്ങളെ? മോശയെ കുറിച്ച് പറയുന്നു, തന്നെ ആക്കിയെടുത്ത അവനെന്താ? വിശ്വസ്തൻ. തന്നെ ഏൽപ്പിച്ച വേലയിൽ അവനെന്താ? വിശ്വസ്തൻ. തന്നെ ദൈവം ഏർപ്പെടുത്തിയ കാര്യത്തിൽ മോശ വിശ്വസ്തനായി എന്ന് ദൈവം കണ്ടപ്പോൾ ദൈവം അവനെ കുറിച്ച് സാക്ഷി പറഞ്ഞു. ആനന്ദ ഭാഷ എങ്ങനെ പ്രസംഗിച്ചാലും എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ലോക മനുഷ്യൻ ചിലപ്പോൾ പറയും ഭാഷ നന്നായിരുന്നു. പക്ഷെ ആരാ വിലയിടന്ന്? ദൈവം പറയണം. സ്വതന്ത്രം. ഇവിടെ കടന്നു വരുന്ന സഹോദരങ്ങളെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് എന്ത് വേണേലും ചെയ്യാം. ഞാൻ ഉൾപ്പെടെ എല്ലാവരും നന്നായിരുന്നു എന്ന് പറയാം. പക്ഷെ ദൈവം പറയാൻ കഴിയണം, നീ ചെയ്തത് നല്ലതായി, നീ വാസ്തവമായി നിന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തനാണ്, വിശ്വസ്തയാണെന്ന് ദൈവം നമ്മെ കുറിച്ച് പറയാനിടയായി തീരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസ്തത ദൈവസന്നിധിയിൽ നാം പാലിച്ച ദൈവത്തിന് നാം നിമിത്തം പ്രശംസയുണ്ടാകുന്നു. ഇന്ന് മുതൽ നമുക്കൊന്ന് തീരുമാനിക്കാമോ? ദൈവം നമുക്ക് തന്ന ദൈവസഭയോട്, ഈ പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവം അവരെ ആക്കി വെച്ച ദൈവസഭയോടുള്ള വിശ്വസ്തതയാണ് അവർ ഈ ഇറങ്ങിത്തിരിക്കാൻ കാരണം. സ്തോത്രം. സ്തോത്രം. നമുക്ക് ദൈവസഭ ക്രമീകരിക്കപ്പെടുന്ന എത്ര പേര് ഇറങ്ങിത്തിരിക്കുന്നുള്ളത് എനിക്ക് കാണാം. സ്തോത്രം. നമുക്ക് അവിടെയാണ് നമ്മുടെ വിശ്വസ്തത ശരിക്കും കഴിയാൻ പോകുന്നത്. ആമേൻ. നമ്മുടെ കുടുംബത്തോട് നമുക്കൊരു വിശ്വസ്തതയുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോട് നമുക്കൊരു വിശ്വസ്തതയുണ്ട്. ദൈവം തന്നിരിക്കുന്ന സഹോദരങ്ങളോട് നമുക്കൊരു വിശ്വസ്തത പാലിക്കാനുണ്ട്. ദൈവം തന്ന മാതാപിതാക്കളോട്, കുടുംബത്തോട്, നമ്മുടെ സ്നേഹിതരോട്, സമൂഹത്തോട് നാം വിശ്വസ്തത പുലർത്തിയേ മതിയാവൂ. സ്തോത്രം. സ്തോത്രം. ഒരു കാരണവശാലും ദൃഷ്ടി സേവയായി പോകാതിരിക്കാൻ സൂക്ഷിക്കുക. മനസ്സിലായോ? ദൃഷ്ടി സേവ എന്ന് പറഞ്ഞാൽ എന്താ? അതുതന്നെ കാണിക്കാൻ വേണ്ടിയുള്ള സേവ എന്താ? ഓ ശരിയായില്ല വേറെ ഉണ്ടെങ്കിൽ പറ ഭാഷ, ഇതൊന്നും നമ്മൾ ശരിയാകുന്നില്ല. കാണിക്കാൻ വേണ്ടി വല്ല സേവയും നടന്നാൽ അതിന്റെ പേരെന്താ? ദൃഷ്ടി സേവ. ഇതിനെ മനുഷ്യൻ കൈയടിക്കും. തമ്പുരാൻ പറയും, എന്റെ പൊന്നു പറയും, ഇതിനെ കൊണ്ട് ഒരു പ്രയോജനം മേടിച്ചെല്ലത്തില്ല. ആനന്ദവാസനെ എന്താണ് ഇന്നത്തെ ശുശ്രൂഷ? ഹോൾസലായി പോയി, ഇവിടെ വന്നു, അവിടെ പോയി, ഇവിടെ പോയി, എന്തെല്ലാം ഭയങ്കര ശുശ്രൂഷ. പക്ഷേ ഇതാര് വിലയിടണം? സ്തോത്രം. സ്തോത്രം. വിലയിടുന്നവൻ ദൈവമാണ്. ദൈവമാണ് വിലയിടേണ്ടത്. ദൈവം വിലയിടുമ്പോൾ പ്രതിഫലം കിട്ടേണ്ടതിന് നാം പ്രവർത്തിച്ചോ. 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാല്, നാം ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ. ഇത് ആരെ കുറിച്ചുള്ളതാണ് ഈ വചനം? ദൈവസഭയെ കുറിച്ചുള്ളതാണ്. ഓക്കെ. ഈ ശിക്ഷിക്കാൻ വേണ്ടിയുള്ളതാണോ ഇത്? ആണോ? ഇത് ദൈവസന്നിധിയിൽ പ്രതിഫലം കൊടുക്കുവാൻ ദൈവമക്കൾ നിൽക്കുമ്പോൾ
വാസ്തവമായും ദൈവത്തെ സേവിച്ചതിനും ദൃഷ്ടി സേവയാ ദൈവത്തെ സേവിച്ചതിനും തരംതിരിച്ച് പ്രതിഫലം കൊടുക്കപ്പെടുവാൻ നിൽക്കുന്ന ഒരു ന്യായാസനമുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ അവിടെ വിളിക്കുന്നത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. അപ്പോൾ വിശ്വസ്തത നമുക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നാം ഭൂമിയിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുകയും ചെയ്യണമെന്നുള്ള ബോധ്യം വരുമ്പോൾ ദൃഷ്ടി സേവ നമ്മൾ മാറ്റിവെക്കൂ. സഹോദരൻ, ദൃഷ്ടി സേവ മാറ്റിവെക്കൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വാസ്തവമായും സേവ ചെയ്യുന്നവൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ഉണ്ടെങ്കിൽ ഏൽപ്പിച്ച കാര്യത്തിന് ആരും പുറകെ നിന്ന് നിർബന്ധിക്കത്തില്ല. അവർ തന്നെ സമയത്ത് ചെയ്തു. സഹോദരം, എത്ര പിണങ്ങുന്നത് അറിയത്തില്ല. പക്ഷെ ഒന്നുകൂടെ ഞാനത് പറയാം. ദൃഷ്ടി സേവയല്ലാത്ത പരമാർത്ഥ ഹൃദയത്തോടുള്ള ദൈവസേവയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. ഏൽപ്പിച്ച കാര്യം യാതൊരു എക്സ്ക്യൂസും ഇല്ലാതെ കോംപ്രമൈസ് ചെയ്യാതെ തക്ക സമയത്ത് ശരിയായ രീതിയിൽ ഭംഗിയായി സ്വർഗത്തിലെ ദൈവത്തിന്റെ സേവ എന്ന് കരുതിക്കൊണ്ട് അത് ചെയ്യും. അതിന് പ്രതിഫലം കൊണ്ടുതാണ്. സ്വതന്ത്രം. അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ ചെറുതും വലുതുമായ സകല വിഷയങ്ങൾക്കും ഏർപ്പെടുത്തിയിരിക്കപ്പെട്ടിരിക്കുന്ന സകല വിഷയങ്ങൾക്കും ദൃഷ്ടി സേവയാലല്ല, ദൈവത്തിന്റെ വേല ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് ചെയ്യുമെന്നുള്ള ബോധ്യത്തോടുകൂടെ നാം ചെയ്യുമെങ്കിൽ നിശ്ചയം അതിന് പ്രതിഫലമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു വേദഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം. വാക്യം കൂടെ പറഞ്ഞേ. 2:16 വാക്യം. അത് തന്നെ വായിച്ചോടെ. സ്വതന്ത്രം. അപ്പൊ നമ്മുടെ അന്തരാത്മാവിൽ ഏത് കാര്യത്തോടുകൂടെ ഇത് ചെയ്തു എന്നുള്ളത് വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്ന കാര്യം എന്താ അറിയാമോ? ദൈവം നമ്മളിൽ പ്രശംസിക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞു വരുന്ന ആകെ മൊത്തത്തിൽ ഇതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മെ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന്റെ നാമത്തിന് നാം നിമിത്തം പ്രശംസയുണ്ടാകും. സ്തോത്രം. അതല്ല എങ്കിൽ ഒരു സംഭവം നടക്കും. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് നോക്കേ. അതിന്റെ 10-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കാമോ? ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. അത് താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തർക്കും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. എല്ലാവരും തന്നെ ദൈവസഭയാ ചെയ്തത്. ഓക്കെ, പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ, സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെ, നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ദൈവസഭ നിൽക്കണം. ഇപ്പൊ നമ്മൾ ചെയ്ത സകല പ്രവൃത്തിയും എവിടെ കയറി വരും? ദൈവസഭയിൽ കയറി വരും. വലിയൊരു കൂമ്പാരം നമുക്ക് പ്രാപിക്കാനായിട്ട് അവിടെ വന്നു നിൽക്കും. എന്നാൽ ഇന്ന് രാവിലെ സമാരാധന നടത്തിയതിനും ഉച്ച കഴിഞ്ഞ് സമാരാധന നടത്തിയതിനുമായിട്ട് പ്രതിഫലം പ്രാപിക്കാൻ ആനന്ദിനെ വിളിക്കും. ഞാനും സന്തോഷത്തോടെ മുന്നോട്ട് കയറി. ദൂരഗണങ്ങൾ 1000 10,000 നിൽപ്പുണ്ട്. ശുശ്രൂഷ അനുഭവിച്ച ദൈവമക്കളും അവിടെ നിൽപ്പുണ്ട്. എല്ലാവരും അവിടെ നിൽക്കുക. ഹോൺസ്ലോയിലെ സഹോദരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. രാവിലെ അവിടെ നിന്നത്
ഉച്ച കഴിഞ്ഞ് മേശയുടെ സഹോദരങ്ങളോട് എല്ലാവരും നമ്മളോട് നിൽപ്പുണ്ട്. അന്നേരമാണ് ഈ വലിയ പ്രതിഫലത്തെ എങ്ങോട്ട് വിടുന്നത്? തീക്കകത്തോട്ട് വിടുന്നത്. സ്തോത്രം. തീക്കകത്തോട്ട് വിട്ടു കഴിയുമ്പോ അടുത്ത വാക്യം വായിച്ചേ. ആരെങ്കിലും പൊന്നോ വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അത് ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് ഇന്നവിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. തീയാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രതിഫലത്തിന് ഞാൻ യോഗ്യനാണോ അല്ലയോ എന്ന് ശരിക്കും വെളിപ്പെടുന്ന ഒരു ദിവസം എന്ന ദൈവസഭയിൽ ഞാൻ പ്രതിഫലം വാങ്ങിക്കാൻ നിൽക്കുന്ന ദിവസം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. സ്തോത്രം. എന്നാൽ അത് ശിക്ഷിച്ച് ന്യായവിധിയിൽ തീയിൽ തള്ളിക്കളയാനല്ല, പിന്നെയോ പ്രാപിക്കുന്നതും പ്രാപിക്കാത്തതും തമ്മിലുള്ള വേർതിരിവ് നമുക്ക് കാണിക്കാനാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇത് 6 കൂട്ട കാര്യങ്ങൾ ഏതൊക്കെയാ? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. 6ഉം എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ പ്രതിഫലം പ്രാപിക്കാനുള്ള കേട്ടുവിടുമ്പോൾ ആദ്യത്തെ 3 ആണെങ്കിൽ എന്താ? എന്തൊക്കെയായിരുന്നത്? പൊന്ന്, വെള്ളി, ഇത് 3 കഴിയുമോ? ബാക്കി 3 എന്ത് ചെയ്യും? കഴിയും. ഇന്ന് സഭാരാധന നടത്തിയത് അത് പുറത്ത് വന്നപ്പോൾ കാറ്റായി പോയെങ്കിൽ എന്തായി? എന്തായിരുന്നു അർത്ഥം? അത് ദൈവത്തിന് പ്രസാദമില്ലാത്ത ഒരു സഭാരാധനയാണ് നടത്തിയതാണ്. ഇതേ ഞാൻ പറയുമ്പോ നിങ്ങൾ ഓർത്തോണം. ശരിയാ ആണ്ട് ഭാഷയിൽ തലയാണ്ട് ഓർത്തോണം. ഇത് എനിക്കൂടെ ഉള്ളതാണെന്നുള്ള എല്ലാവരും ഓർത്തോണം. ഓ, മനസ്സിലായില്ല? സഹോദരം, ഞാൻ എന്നെ അങ്ങ് പറയുന്നുള്ളൂ. നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി എന്നെയാ പറയുന്നത്. നിങ്ങൾ ഓർത്തോണം. നമ്മൾ ചെയ്യുന്ന പാട്ട് പാടുന്നതായിക്കോട്ടെ, കീബോർഡും ഇതെല്ലാം സെറ്റപ്പ് എല്ലാം ചെയ്യുമ്പോൾ ഓർത്തോണം. ഇതെല്ലാം പിമ്പിൽ സൃഷ്ടിച്ചേർന്ന് വരരുത്. സഹോദരം, പരമാർത്ഥത്തിൽ ചിന്തിക്കണം. നമ്മൾ ഇപ്പം ചിന്തിച്ചെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാകും. നമ്മൾ സൂക്ഷിക്കാൻ കഴിയുന്നുള്ളൂ. ശരിയല്ലേ? കാരണം അതിന്റെ 4-ാം അധ്യായം ഈ വാക്യമാണ് ഞാൻ അന്വേഷിച്ചത്. ഒന്ന് വായിക്കുകയും വായിച്ച 5-ാം വാക്യം. കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. ശരി, അവിടെ തന്നെ ഇരുന്നോട്ടെ. ആദ്യം വായിച്ചത് താഴേക്കൊരു വാക്യം കൂടെ വായിക്കുമ്പോഴാണ് അത് നിത്യത നരകത്തിൽ തള്ളിക്കളയാനല്ല എന്നുള്ള കാര്യം വെളിപ്പെടുത്തും. അതുകൊണ്ട് വായിച്ചേ. നിങ്ങൾ ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. അതിന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പോകും. എന്നാൽ ആ പ്രവൃത്തി എന്നില്ല, പ്രതിഫലമില്ല. സ്തോത്രം. ഇതെങ്ങനെ ശരിക്കും വെളിപ്പെടുന്നതാണ് 4-ാം അധ്യായം 5-ാം വാക്യം. അത് വായിച്ച്. ആകയാൽ കർത്താവ് വരുവോളം ഒന്നും വിധിക്കരുത്. ഈ നമുക്ക് വിധിക്കാൻ വലിയ എളുപ്പം. ശരിയല്ലേ? നമ്മളെ പോലെ നമുക്ക് ഈ മലയാളികൾക്ക് ഒരു രീതിയുണ്ട്. വിധിക്കാൻ നമ്മളെ പോലെ മിടുക്കന്മാർ വേറെ ആരുമില്ല. സഹോദരൻ, നിങ്ങൾ അങ്ങനെയല്ല. അത് ഞാൻ അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെയല്ല. അതുപോലെ ദൈവത്തെ സ്തുതിക്കുന്നു. പോട്ടെ. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? സമയത്തിന് മുമ്പ് ഒന്നും വിധിക്കരുത്. വിധിക്കും. പിന്നെന്താ ചെയ്യണ്ടേ? അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കും. അടുത്തത് 2 കാര്യങ്ങൾ അവിടെ നടക്കും. എന്താ അത്? ഇരുട്ടിൽ ഇന്ന് മറഞ്ഞിരിക്കുന്ന ഇരുട്ടിൽ കിടക്കുന്നതെല്ലാം തമ്പുരാൻ എന്ത് ചെയ്യും? മനുഷ്യൻ ക്രിസ്തീയ ലോകത്തും ദൃഷ്ടി സേവ എന്ന് പറയുന്നത് ഉണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിച്ചത് അവൻ ഇരുട്ടിലിരിക്കുന്നത് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നു. മറഞ്ഞോണ്ടോ വാക്കുണ്ടോ? ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കും. ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്നേരമാണ് ഇതിന് വാസ്തവമായും പ്രതിഫലമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിവാണ്. വീണ്ടും ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഒന്നിച്ചിത് പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നുള്ള ഏക ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ,
നിലത്ത് കിടക്കുന്ന ഒരു പേപ്പർ കഷ്ണം ദൈവത്തെ ആരാധിക്കാൻ കൂടി വരുന്ന ദൈവസഭയ്ക്കകത്ത് കിടക്കുന്നത് നിലത്തു നിന്നെടുത്ത് ഡസ്റ്റ്ബിന്നിനകത്ത് കൊണ്ട് കളയുന്നത് ഒരു മനുഷ്യനും കണ്ടില്ലെങ്കിലും, ഒരു മനുഷ്യനും കൈയടിക്കാനില്ലായിരുന്നെങ്കിൽ ഓർത്തു കൊള്ളുക, പ്രതിഫലം വീതിക്കുന്ന ദിവസത്തിൽ സ്വർഗം അത് മറന്നു കളയത്തില്ല. സ്തോത്രം, സ്തോത്രം. രഹസ്യമായി ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും ഒരു കയ്യടി കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത പരമാർത്ഥതയിൽ ചെയ്യുന്ന ഏത് ചെറിയതും വലിയതുമായ കാര്യങ്ങൾക്കും ഉറപ്പോടെ ഞാൻ പറയട്ടെ, നിശ്ചയമായി സ്വർഗം പ്രതിഫലം തരും. സ്തോത്രം. മറഞ്ഞിരിക്കുന്നത് പുറത്ത് കൊണ്ടുവരും, ഇരുട്ടിലിരിക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരും. അന്ന് എനിക്കും നിങ്ങൾക്കും ശരിയായ പ്രതിഫലം ഉണ്ടാവും. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? ഹൃദയങ്ങളുടെ രഹസ്യങ്ങളെ, ആലോചനകളെ. ഈ ഫ്ലൈറ്റ് ക്രാഷ് ആവുമ്പോ ഈ വിദഗ്ധന്മാര് പോയി അന്വേഷിക്കുന്ന ഒരു സാധനമുണ്ട്, ബ്ലാക്ക് ബോക്സ്. അതിന് കാരണം എന്നാ? എന്തുകൊണ്ടാണ് ഈ ഫ്ലൈറ്റ് തകർന്നതെന്ന് കണ്ടുപിടിക്കാൻ എന്താ കാര്യം? ഏതിൽ കൂടെ കഴിയും? ബ്ലാക്ക് ബോക്സിൽ കൂടെ കഴിയും. നമ്മുടെ സുവിശേഷത്താൽ ആദ്യമായിട്ട് വേദഭാഗം നോക്കിയേ, റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ വാക്യമില്ലത്. ശരി, വായിച്ചേ. സ്വന്തം സുവിശേഷ പ്രകാരം ദൈവം എന്തെയും രഹസ്യങ്ങളെ ന്യായം വിധിക്കും, ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ ദൈവം എന്തെയും ന്യായം വിധിക്കും. അപ്പം പ്രതിഫലം നമുക്ക് അവിടെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെ ഒരു പേപ്പറാണ് നടത്തി നോക്കാൻ നമുക്ക് കഴിയണം. അതല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് പറയുന്ന സഹോദരങ്ങളെ, നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുകയും ചെയ്യും നമുക്കൊട്ട് പ്രതിഫലം ഇല്ലതാണ്. കാര്യം മനസ്സിലായോ? നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യും, സമയം മെനക്കേട്, ആരോഗ്യ മെനക്കേട്, സാമ്പത്തിക മെനക്കേട് എല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ വേണ്ടി ചെല്ലുമ്പോൾ പ്രതിഫലമുണ്ടോ? ഇല്ല. ഇത് മാറണമെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവസഭയിൽ ദൈവത്തിന്റെ ഭവനത്തിൽ മോശ വിശ്വസ്തനായിരുന്നത് പോലെ നമുക്ക് വിശ്വസ്തയായിരിക്കാൻ കഴിഞ്ഞാൽ പ്രതിഫലം ഒഴിഞ്ഞു പോകത്തില്ല, നമുക്കത് പ്രാപിക്കാൻ കഴിയും. സ്തോത്രം. ഇന്ന് മുതൽ ഓർക്കുക, ഞാൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ദൃഷ്ടി സേവയാൽ ഞാൻ ചെയ്യത്തില്ല. ഞാനത് തിരുനാമ മഹത്വത്തിന് വേണ്ടിയും പ്രശംസ ദൈവത്തിനാകേണ്ടതിനായി ഞാനത് ചെയ്യും. കുടുംബമേ, നമുക്ക് ഉത്സാഹിക്കാം, നമുക്കത് നടക്കും. ദൈവം നമ്മെ അതിനായി സഹായിക്കും. സ്തോത്രം, സ്തോത്രം. ശരി, രണ്ടാമത്തെ വിഷയം, രണ്ട് കാര്യങ്ങൾ. നമ്പേഴ്സ് ചാപ്റ്റർ 14:24, സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. എന്റെ ദാസനായ കാലേബോ അവന് വേറെ സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവന്റെ സന്തതി അത് കൈവശമാക്കും. സ്തോത്രം. അവരെന്തോ സ്വഭാവമുണ്ട്? വേറൊരു സ്വഭാവം. യോശുവയുടെ പുസ്തകങ്ങൾ വായിച്ച് 16-ാം അധ്യായം, അവിടെയും അതുപോലൊരു വാക്യം എഴുതുന്നുണ്ട്. എത്ര വാക്യം? 14-ാം അധ്യായം എത്ര? 9-ാം വാക്യം. അവർക്ക് വായിച്ച് ശബ്ദം എടുത്ത് വായിച്ച്. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമാക്കിയിരിക്കും. അടുത്തത്, എന്ന് മോശെ അന്ന് സത്യം ചെയ്ത് പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത്. ഇതേത് വിഷയത്തോടുള്ള ബന്ധത്തിലാ? കനാൻ ദേശം ഒറ്റുനോക്കുവാൻ മരുഭൂമിയിൽ നിന്ന് 12 പ്രഭുക്കന്മാരെ, ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ പ്രഭുക്കന്മാരെ മോശ നിയമിച്ചയക്കുമ്പോൾ കൂട്ടത്തിൽ കാലേബും ഉണ്ടായിരുന്നു, യോശുവയുടെ ബാക്കി 10 പേര്, 10 ഗോത്രങ്ങളിൽ വരെ 10 പേരുണ്ടായിരുന്നു. പക്ഷെ ഈ 10 ഗോത്രത്തിലുള്ളവർ പറഞ്ഞു, അനാക്കി മലന്മാരെ ജയിക്കാൻ നമുക്ക്. യോശുവയും കാലേബും പറഞ്ഞു, അവരെന്ത് ചെയ്തു? യഹോവയുടെ മുമ്പിൽ, ജനത്തിന് മുമ്പിൽ അവരെ ശാസിച്ചമർത്തിയെന്നൊരു വാക്യമുണ്ട്. സ്തോത്രം. എന്തുകൊണ്ടാ ദൈവം
കാലേബിനെ കുറിച്ച് ദൈവം പറഞ്ഞ് അവനൊരു വ്യത്യാസമായ സ്വഭാവമുള്ളവനാണെന്ന്. ഭൂരിപക്ഷം പറയുന്നത് അവിശ്വാസത്തിന്റെ വാക്കാണെന്ന് കേട്ടാലും ഒറ്റ ഒരുത്തനെ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നുണ്ടെങ്കിലും വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നവനോട് ചേർന്ന് സ്തോത്രം. 100 പേര് ഉള്ള ഒരു ദൈവസഭയാണെന്നിരിക്കട്ടെ, 98 പേര് പറയുക നമുക്കൊരു സഭാഹോള് കിട്ടാൻ മെയിൻ സ്റ്റോണിൽ കെൻഡിൽ സാധ്യതയില്ലെന്ന് പറയുമ്പം ഓർത്തോണം, 2 പേരെ ഒരുത്തൻ അതിനകത്തുണ്ടെങ്കിൽ ആ ഒരൊറ്റ ഒരുത്തനോടുള്ള ചേർന്ന് എന്ന് പറയണം, അല്ല നമുക്ക് വേണ്ടി സ്വർഗ്ഗം. ഈ രാജ്യത്ത് ഞാൻ പഠിച്ച ഒരു ജോലി കിട്ടത്തില്ലെന്ന് പത്രങ്ങളും ടെലിവിഷനും ന്യൂസും എല്ലാം പറയുമ്പോഴും ഒരൊറ്റ മനുഷ്യൻ പോലും കാലേബിന് യോശുവയ്ക്ക് കാലേബില്ലാതെ ഒറ്റയ്ക്ക് നിന്നാലും വചനം നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോണം, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാപിക്കും. ലോകം മുഴുവൻ ഇല്ല എന്ന സാധ്യതകളുടെ അസാധ്യതകളുടെ ശബ്ദം മുഴക്കുമ്പോഴും അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഇല്ല, എന്റെ ദൈവത്തിന്റെ ശബ്ദം ഞാൻ എന്റെ കാതുകളിൽ കേട്ടതാ. അത് നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ദൂത് പറഞ്ഞതാണെങ്കിൽ അത് നടക്കും നിശ്ചയം. സ്വർഗ്ഗമെന്ന് നടത്തി തരും എനിക്ക് വേണ്ടി, സ്വർഗ്ഗമെന്ന് എനിക്ക് വേണ്ടി നടത്തി തരൂ, സ്വർഗ്ഗം എനിക്കത് നടത്തി തരൂ. വിശ്വസിക്കാൻ കഴിയുമോ? ദൈവം നമുക്കത് നടത്തി തരൂ. കരമൊഴുത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുക. എനിക്ക് വേണ്ടി ദൈവം അത് നടത്തി തരൂ. ലോകത്തിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ എനിക്ക് വിരോധമായി വന്നാലും എന്റെ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, ലോകമേ നീ പറയുന്നത് ഭോഷത്വമല്ല, എന്റെ ദൈവം പറഞ്ഞതാണ് സത്യം. ഞാനത് വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവമുണ്ട്. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. യാതൊരു സാധ്യതയുമില്ലാതെ ദൈവം അത്ഭുതം ചെയ്യും. ഭൂരിപക്ഷം അവിശ്വാസമാക്കി പറയുമ്പോ ഭൂരിപക്ഷമാണല്ലോ അങ്ങോട്ട് ചേർന്ന് നിൽക്കാമെന്ന് വിചാരിക്കല്ലേ. വിശ്വാസത്തിന്റെ വാക്ക് പറയുന്ന ഒരുത്തൻ മാത്രമേ ഉള്ളെങ്കിലും ആ ഒരുത്തന്റെ കൂടെ നിന്ന് പറയണം, എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കാം. സ്തോത്രം. ഇനി ആ ഒരുത്തൻ പോലും ഇല്ലെങ്കിലും പറയണം, ദൈവ വചനം എന്നോട് ഇടപെട്ടതാ, ഞാനത് വിശ്വസിക്കുന്നു, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. നാളെ ചർച്ചിന്റെ പാസ്റ്ററായിരുന്ന ഞാൻ തന്നെ നിങ്ങളോട് പറയുകയാണ്, ഇത് നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളുക. നിങ്ങൾ പറയണം, അല്ല അഭിഷക്തരെ, എന്റെ കർത്താവിനോട് പറഞ്ഞത് നടക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. എന്റെ കർത്താവിനോട് പറഞ്ഞത് നടക്കുമോ? ഞാനത് വിശ്വസിക്കുന്നു, ദൈവം നടത്തും. അങ്ങനെയുള്ളവരെ നോക്കി സ്വർഗം പ്രശംസിക്കും. ഒന്ന്, വിശ്വസ്തൻ ആണെങ്കിൽ ദൃഷ്ടി സേവയല്ല, പരമാർത്ഥമുള്ളതോടെ ചെറിയ കാര്യത്തിൽ പുറകെ നടക്കേണ്ട ആവശ്യം ആ വ്യക്തിയിൽ വരുന്നില്ല. പരമാർത്ഥമുള്ളതോടെ, പരമാർത്ഥമുള്ളതോടെ. വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ദൈവഗ്രഹത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തന്മാരില്ല. ഞാനത് കഴിഞ്ഞ ദിവസം ആ വാക്യം വ്യാപിച്ച് എന്റെ ഉള്ളത്തെ ഞാൻ തന്നെ ഒന്ന് ധൈര്യപ്പെടുത്തി, എന്റെ പിതാവ് എവിടെയെങ്കിലും ഞാൻ പരാജയപ്പെടുന്നുണ്ടോ?
എന്നെ തന്നെ ഞങ്ങൾ ശോധന ചെയ്തു. ദൈവഗ്രഹത്തിൽ ദൈവം നോക്കുന്നത് വിശ്വസ്തന്മാരെയാണ്. ദൃഷ്ടിസേവ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വന്നാൽ ഓർത്തുകൊള്ളുക, ആ നിമിഷം തന്നെ അതിനെ തിരിയണം. മനസ്സുകൊണ്ട് ഇത് ദൈവത്തിന് വേണ്ടിയാണെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കണം. അതിന് നഷ്ടമാകാത്ത പ്രതിഫലം ഒരുക്കുന്നുണ്ട്. നഷ്ടമായി പോകാത്ത പ്രതിഫലം ലോകം മുഴുവൻ കൊടുത്താലും ആ ഒരു പ്രതിഫലത്തിന് ഒപ്പിടുവാൻ കഴിയത്തില്ല. ലോകത്തിന്റെ ഐശ്വര്യങ്ങളെ മുഴുവൻ ഒരു ത്രാസിൽ വെച്ചാണ് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ വിഷയത്തിന് പ്രതിഫലം മറുത്തട്ടിൽ വെച്ചാൽ ലോകം മുഴുവനെക്കാട്ടിലും നാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി പരമാർത്ഥതയിൽ ചെയ്ത ആ വിഷയത്തിന് ഫലമേറെ. അങ്ങനെയെങ്കിൽ സമയം വെറുതെ കളയല്ലേ. സ്തോത്രം. ഹൃദയങ്ങളിൽ രഹസ്യങ്ങളിൽ ഇരിക്കുന്നത് അവൻ പുറത്തു കൊണ്ടുവരും. എന്തിന് ഇത് പ്രസംഗം ഞാൻ നടത്തി എന്നുള്ളതിന് എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലെ രഹസ്യം സുഖം പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും ഇരുട്ടിലിരിക്കുന്നവൻ വിളിച്ചത് കൊണ്ടുവരും. ഹൃദയങ്ങളുടെ രഹസ്യങ്ങളെ അവനത് പുറത്തു കൊണ്ടുവരും. അന്ന് ക്രിസ്തുവിൽ നമുക്കെല്ലാവർക്കും പ്രശംസയുണ്ടാകും. കരമെടുത്ത് ദൈവത്തിന് സ്തുതിക്കാം. ദൈവം നമ്മെ നോക്കി വിശ്വസ്തൻ എന്ന് വിളിക്കും. സ്വന്തം നല്ലവരും വിശ്വസ്തനുമായ ദാസനെ, ലോക സ്ഥാപനത്തിന് മുമ്പ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എന്റെ രാജ്യത്തിൽ കൈക്കൊള്ളുക. ഇതുപോലൊരു വിളി അവിടെ ആഗ്രഹിക്കണം. സ്തോത്രം. സ്തോത്രം. രണ്ടാമത്തേത്, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന ദൈവഭക്തന്മാരോടും ദൈവമക്കളോടും നാം ചേർന്ന് നിന്നോണം. ഉള്ള വിശ്വാസവും ഉടച്ചു കളയുന്നവരോടുകൂടെ ചേർന്ന് നിന്നാൽ ഈ ഭൂമിയിൽ നഷ്ടമാകും, നിത്യത നഷ്ടമാകും. സ്വന്തം നമ്മുടെ ബന്ധങ്ങൾ യേശുവിനോട് അടുക്കുന്ന ബന്ധങ്ങളായിരിക്കണം. സ്വന്തം പെന്തക്കോസ്ത് അനുഭവത്തിൽ വിശ്വാസത്തിൽ നമ്മെ അടുത്ത പടിയിലേക്ക് കരം പിടിച്ചുയർത്തുവാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം നമ്മുടെ കൂട്ടുകെട്ട്. ഞാനൊന്ന് പറയാം, ആത്മീയമായി ഞാൻ എപ്പോഴും നോക്കേണ്ടത്, ഞാനത് പറയുമ്പോൾ നിങ്ങൾ നമ്മളല്ല, എന്നെക്കാട്ടിലും ആത്മീയമായി ഉയർന്നു നിൽക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു തള്ളിക്കളണമെന്നല്ല, അവന്റെ കൂടെ ചേർന്ന് നിന്നാലേ അവന്റെ ലെവലിലേക്ക് എനിക്ക് എത്താൻ പറ്റത്തുള്ളതാണ് അർത്ഥം. സഹോദരം, ആത്മീയ ഓളത്തിൽ നിന്ന് പലരും ഒതുങ്ങിപ്പോയതിന്റെ കാരണം എന്നറിയാമോ? അവിശ്വാസത്തിന്റെ വാക്കുകളിൽ കാതുകളിൽ മന്ത്രിച്ചു തരുവാൻ നമ്മുടെ പെന്തക്കോസ്ത് ഗോളത്തിൽ, എന്തിന് മറ്റുള്ളവരെ പറഞ്ഞ പെന്തക്കോസ്ത് ഗോളത്തിൽ അവിശ്വാസത്തിന്റെ വാക്കുകൾ കാതുകളിൽ മന്ത്രിച്ചു തരുവാൻ അനേകരുള്ളത് കൊണ്ടാണ് വിശ്വാസത്തിൽ ഒരു പടി പോലും വളരാതെ, വിശ്വാസത്തിൽ ഒരു പടി പോലും വളരാതെ ഇന്നും അതേ സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ അറിയില്ല,
നമുക്കേ അറിയുള്ളൂ. മറ്റൊന്നുമല്ല കാരണം, താങ്ങിത്തരാൻ കുഴയുമ്പോൾ കരം പിടിച്ചുയർത്തുവാൻ കഴിയുന്ന ആത്മീയ ശക്തന്മാരോടും ശക്തന്മാരോടും ചേർന്ന് നിന്നാൽ നിന്റെ ബലഹീനത കണ്ട് അവനെ ഭാവം. അല്ലെങ്കിലോ നിന്റെ ബലഹീനത കാണുമ്പോൾ നിന്നെ നോക്കി പരിഹസിക്കും. നിന്റെ വീഴ്ച കാണുമ്പോൾ, നിന്റെ സങ്കടം കാണുമ്പോൾ, നീ സകല രഹസ്യങ്ങളും ഞാൻ നിന്നോട് ചിലപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞേക്കാം. നമ്മുടെ വേദന കാണുമ്പോൾ താങ്ങുന്നതിന് പകരം കുത്തുവാക്കുകളും വേദനയുടെ വാക്കുകളും നമുക്ക് പറഞ്ഞ് നമ്മൾ വേദനപ്പെടുത്തുക. വിശ്വസിക്കുക, എപ്പോഴും എന്നെക്കാളും ആത്മീയമായി ഒരുപടി മുമ്പിൽ നിൽക്കുന്നവൻ എന്റെ ആത്മീയ സുഹൃത്തായിരിക്കണം. അവനിൽ നിന്ന് മാത്രമേ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള വാക്ക് നമുക്ക് കേൾക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ പതറുന്ന വാക്കുകളും പതറിക്കുന്ന വാക്കുകളുമായിരിക്കും. അവിടെ നമുക്ക് നിൽക്കുവാൻ കഴിയാതെ പോകും, നാമും പതറിപ്പോകും. അതിനാൽ ആരെ നോക്കി ദൈവം പ്രശംസിക്കും? സാധ്യതയില്ലാത്തത് എന്റെ ദൈവത്താൽ സാധ്യത ഒരുക്കി തരും എന്ന് നമുക്ക് വിശ്വസിപ്പാൻ കഴിയുമെങ്കിൽ നമ്മെ നോക്കി ദൈവം പ്രശംസിക്കും. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. സാരമില്ല, കഥകളടയ്ക്കാം. നമ്മെ സ്നേഹിക്കുന്നു സഭയെ, ദൈവസഭയെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൃഷ്ടി സേവ നമുക്കുണ്ടോ? കുടുംബമേ, ദൃഷ്ടി സേവ നമുക്കുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് ദൃഷ്ടി സേവയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ഉപവസിക്കുന്നത് ദൃഷ്ടി സേവയ്ക്ക് വേണ്ടിയാണോ? ഞാൻ പാട്ട് പാടുന്നത് ദൃഷ്ടി സേവയ്ക്ക് വേണ്ടിയാണോ? ഞാൻ വാദ്യങ്ങൾ വായിക്കുന്നത് ദൃഷ്ടി സേവയ്ക്ക് വേണ്ടിയാണോ? ഞാൻ സലാഹുൽ ചെയ്യുന്നത് ദൃഷ്ടി സേവയ്ക്ക് വേണ്ടിയാണോ? ഞാൻ കസര പിടിച്ചിരുന്നത് ദൃഷ്ടി സേവയ്ക്ക് വേണ്ടിയാണോ? ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം ദൃഷ്ടി സേവയ്ക്ക് വേണ്ടിയാണോ? ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അച്ഛന്തയുണ്ടാകട്ടെ. ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അച്ഛന്തയെന്ന് കടന്നു ചെല്ലട്ടെ. ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് അച്ഛന്തയെന്ന് കടന്നു വരട്ടെ. അന്നേരം തുറന്ന് ദൈവത്തോടൊന്ന് സ്തോത്രം ചെയ്ത് തുടങ്ങുകയും, കർത്താവേ, ഇന്ന് മുതൽ എന്നെ നീ ഇതിനായി സഹായിക്കണം. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവസഭയോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവസഭയിൽ ലോകത്ത് നാനാഭാഗങ്ങളിലുമുള്ള വിശ്വാസത്തിൽ നിറമുള്ള വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന ചില ന്യൂനപക്ഷമെങ്കിലും അവരോട് ചേർന്ന് നിൽക്കുവാൻ സ്വർഗ്ഗമേ നിന്നെ സഹായിക്കണമെന്ന് ദൈവസഭയിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ ചൂണ്ടയെടുത്ത് കടലിൽ കൊണ്ടുപോയി ചൂണ്ടയിട്. നിനക്കും എനിക്കും കൊടുക്കത്തക്കവണ്ണമുള്ള നന്മ കടലിൽ നിന്ന് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച് ചൂണ്ടയെടുത്ത് പുറപ്പെട്ട പത്രോസെ, നിന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. യേശു പറഞ്ഞതനുസരിച്ച് കടലിന്റെ അകത്തു നിന്നൊരു നന്മ നിനക്ക് വരുമെന്ന് പറഞ്ഞത് വിശ്വസിച്ചല്ലേ ആ ചൂണ്ടയെടുത്തുകൊണ്ട് നീ ഇറങ്ങിയത്. മറ്റുള്ളവർ ചിലപ്പോൾ പരിഹസിച്ചു കാണും. പേടിക്കണ്ട, പേടിക്കണ്ട, നിനക്ക് വേണ്ടി സ്വർഗ്ഗം ചില നന്മകളെ ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ ഇന്ന് മുതൽ വിശ്വാസത്തോടെ പറ, എന്റെ കർത്താവ് എന്നോട് പറഞ്ഞത് നടക്കുമെന്ന് പറ. യേശു എന്നോട് പറഞ്ഞത് നടക്കുമെന്ന് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരുമാറാകട്ടെ. വലിയ ദൈവപ്രവൃത്തി ദേശത്ത് നടക്കട്ടെ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.